ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. 1/2 കിലോ ബീഫായിട്ട് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കുക. എന്നിട്ടേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 7-8 വിസിലടിപ്പിക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി നടുവേ കീറിയത് കേട്ടോ, ചതച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ, ഒരു 50 ഗ്രാം ഉണ്ടാവും രണ്ടും കൂടെ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്ത് ചേർത്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം, എന്നാലേ അത് ഒരു ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇങ്ങനത്തെ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ചൊരു 1 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്